ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിങ്ങനെ ഒരുങ്ങിയൊക്കെ നിൽക്കണമെന്തിനെന്നറിയാമോ? ഞങ്ങൾ ഗ്രാമത്തിൽ ഇന്ന് ജത്രയാണ്, അതായത് ഉത്സവമാണ്, അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ അത് കാണാൻ പോകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലെത്താറായി. ഇവിടെ ഒരുപാട് ആളുണ്ട് കേട്ടോ. എല്ലാവരും ജാതിമത ഭേദമന്യേ എല്ലാവരും വരുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. നമ്മളെ ഗ്രാമോത്സവം ആയതുകൊണ്ട് ഗ്രാമത്തിലെ എല്ലാവരും, പുറത്തുനിന്നുള്ള ഗ്രാമത്തിൽ നിന്ന് വരെ ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ക്ഷേത്രത്തിനോട് എത്താറായി കേട്ടോ. ഒടുക്കത്തെ തിരക്കാണ്, കാരണം അമ്മാതി ആൾക്കാരാണ്. കാരണം ഗ്രാമോത്സവം ആയതുകൊണ്ട് ഒരുപാട് തിരക്കാണ്. ഇതാണ് ഞങ്ങൾ അമ്പലം കേട്ടോ. ഞങ്ങളിതാ ക്ഷേത്രത്തിനകത്തൊക്കെ കയറി തൊഴുത് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ തൊഴുതിട്ട് നിൽക്കണ്. ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. പുള്ളിക്കാരി തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, പ്രസാദമൊക്കെ വാങ്ങി. ഏട്ടൻ വാങ്ങാത്തത് കൊണ്ട് ചേട്ടൻ പ്രസാദം വാങ്ങാനായിട്ട് പോയി. ഈ പല്ലക്കിൽ ദൈവമാണ്, അവിടെ നിന്നാണ് നമുക്ക് പ്രസാദം തരുന്നത്. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങി ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു, കറങ്ങി ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി നിന്നു. പക്ഷെ ഒന്നിനും പറ്റിയില്ല കേട്ടോ. ഒരുപാട് പരിചയക്കാർ വന്ന് സംസാരിക്കാനും എടുക്കാനും നിൽക്കുന്നുണ്ട്. വീഡിയോയും ഫോട്ടോയൊന്നും അങ്ങനെ എടുക്കാനേ ഒന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അമ്പലത്തിന് വെളിയിലിറങ്ങി കുറച്ച് നേരം അവിടുത്തെ ഒരു ചടങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ചടങ്ങെന്ന് പറയുമ്പോൾ ഒരു മുളയിൽ തുണിയൊക്കെ ചുറ്റിയിട്ട് ആ മുള എടുക്കുന്ന ഭാഗത്ത്, തോളിൽ വെക്കുന്ന ഭാഗത്ത് ദേവിയുടെയോ ദേവൻ്റെയോ വിഗ്രഹം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നൂല് കെട്ടിയിട്ട്, അതായത് കയറ് കെട്ടിയിട്ട് നമ്മളെ നാട്ടിൽ ഉറിയടിയില്ലേ, അതുപോലെ അതിലിങ്ങനെ പിടിച്ചു വയ്ക്കും. വാദ്യമേളങ്ങളുണ്ട്. പിന്നെ കുട്ടികൾ നല്ല ഡാൻസ്, പിള്ളേരൊക്കെ നല്ല ഡാൻസും കളിയൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഇങ്ങനെ കുങ്കുമങ്ങളൊക്കെ ഇങ്ങനെ എരിച്ചെറിയും. അതൊക്കെയാണ് ചടങ്ങ്. ഈ വെള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്ന അത്രയും ക്ഷേത്രത്തിൽ എന്താണ് ഉത്സവ കമ്മിറ്റിക്കാരാണ്. അപ്പോൾ അവർ ഇതാണ് അവരുടെ, അതായത് മറാത്തിക്കാരുടെ ട്രഡീഷണൽ വേഷം എന്ന് പറഞ്ഞാൽ വൈറ്റാണ്. വൈറ്റ് തൊപ്പിയും വൈറ്റ് പാൻറ്റും വൈറ്റ് ഷർട്ടും ഒക്കെയാണ് അവിടെ കോമൺ ആയിട്ട് അവർ ഇടുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്നും പറഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങാമെന്നും പറഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി. പിന്നെ എനിക്കിഷ്ടമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇന്നും അനൗൺസ്മെൻറ്റ് പാർക്കിലൊക്കെ പോയി അതിലൊന്നും കയറണമെന്നൊന്നും എനിക്കിഷ്ടമേ ഇല്ല. കാരണം കഴിഞ്ഞ വർഷം കയറി പണി കിട്ടിയതാണ്. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിക്ക് കുറച്ച് ഗ്ലാസ്സൊക്കെ വാങ്ങിച്ചു ഗായ്സ്. ഒരു ഗ്ലാസ്സിന് 10 രൂപയാണ്. അങ്ങനെ 3 ഗ്ലാസ്സൊക്കെ വാങ്ങി. പിന്നെ എനിക്കൊരു ബാഗ് വാങ്ങിച്ചു, കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാണ്, അമ്മാതിരി തിരക്ക് കാരണം ഒരു വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം പെണ്ണുങ്ങളെല്ലാം കൂട്ടത്തോടെ വന്നിടുന്നു. ഒരെണ്ണം നമ്മൾ ഒരെണ്ണം വില എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന സിറ്റുവേഷൻ ഇന്നലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ബാഗ്, ഒരു കമ്മൽ വാങ്ങി, ഒരു ചെയിൻ വാങ്ങി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ മൊബൈൽ സ്റ്റാൻഡിനെന്നും പറഞ്ഞ് ചേട്ടൻ ഒരു സ്റ്റാൻഡ് നോക്കാനായിട്ട് കയറി. പക്ഷേ ചേട്ടനത് റേറ്റൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ സാധനം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പുള്ളിക്കാരത് തിരികെ അങ്ങ് വെച്ചു. പിന്നെ ഞങ്ങൾ ഒരു സാധനം ഇതും ഇഷ്ടപ്പെട്ടായിരുന്നു ചേട്ടന്. പിന്നെ അത് റേറ്റ് കൂടിയത്. എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യണം, ചേട്ടനത് എങ്ങനെ എടുക്കും എന്നുള്ളൊരു ഇതുകൊണ്ട് തിരികെ അങ്ങ് വെച്ചു. നമുക്ക് കീ ഒക്കെ ഇടാം, വീട്ടിലെ ചാവി, ബൈക്കിൻ്റെയൊക്കെ കീ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു സംഭവം എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ നേരെ ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ച്, ചേട്ടനൊരു ഐസ്ക്രീമും ഞാനൊരു ഫ്രൂട്ട്സ് ലഡുവാണ് കഴിച്ചത്. ഇതൊക്കെ ഏട്ടൻ്റെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഞങ്ങളെ കടയിൽ വരുന്ന സ്ഥിരം കസ്റ്റമേഴ്സാണ്. പിന്നെ അവിടെ വെച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് എന്നെ അറിയാവുന്ന ഒരുപാട് പേര്, പിന്നെ നമ്മളെ കടയിലെ സ്ഥിരം കസ്റ്റമേഴ്സൊക്കെ, അങ്ങനെ ഒരുപാട് പേരെ കണ്ട്. ഇതൊക്കെ ഞങ്ങളെ കടയിലെ സ്ഥിരം കസ്റ്റമേഴ്സാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കണ കണ്ട് ഫോട്ടോ എടുത്തോന്നും പുള്ളിക്കാരൻ നിൽക്കുകയാണ്. അതിന് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.